നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് സെക്കൻഡ് മെത്തേഡ്. ഓക്കെ, ഒന്നുമില്ല. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറയുന്ന പോലെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാക്കണം. അത് ആഫ്റ്റർ അഡ്മിഷൻ ആയിക്കോട്ടെ, ആഫ്റ്റർ റിട്ടയർമെന്റ് ആയിക്കോട്ടെ. നമ്മൾ ഇപ്പം പറയുന്നത് ആഫ്റ്റർ റിട്ടയർമെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ABC എന്ന് പറയുന്ന പാർട്ട്നേഴ്സ് ഉണ്ട്. 3:2:1 ആണ് അവരുടെ റേഷ്യോ. ന്യൂ റേഷ്യോ 3:1 ആണ്. ഓക്കെ, ഇത് ഓൾഡ് റേഷ്യോ. പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ABC ആണ്, B ആണ് റിട്ടയർ ചെയ്തത്. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ, അതേപോലെ റീവാലുവേഷൻ ട്രീറ്റ് ചെയ്തു, ഗുഡ് വില്ല് ട്രീറ്റ് ചെയ്തു, ജനറൽ റിസർവ് ട്രീറ്റ് ചെയ്തു, എല്ലാം ട്രീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ ബാലൻസ് എന്ന് പറയുന്നത് എക്കും ബിക്കും ബാലൻസ് ക്യാരി ഡൗൺ കിട്ടാം. കാരണം അവരിന് പാർട്ട്നേഴ്സ് ആണ്. ഒരാളത് 75,000 മറ്റേ ആളത് 45,000. എക്സാമ്പിൾ ആണ് മക്കളെ. ഇനി ബിക്ക് നമ്മൾ ലോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ബിക്ക് ഇവിടെ പേയ്മെന്റ് നടത്തുന്നില്ല. ശ്രദ്ധിക്കണേ, ബിക്ക് ഇവിടെ പേയ്മെന്റ് നടത്തുന്നില്ല. ഞാൻ പറയുന്നതാണ് ആൻസർ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് കൺസെപ്റ്റ്. അതിന്റെ അപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഡൗട്ടായിട്ട് ചോദിക്കണം. ഓക്കെ, ബിക്ക് ഇവിടെ പേയ്മെന്റ് നടത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുന്നത് 1,20,000 റുപ്പീസാണ്. എത്രയാണ്? 1,20,000. എങ്ങനെ കിട്ടിയത്? 75,000, 45,000. ഓക്കെ, ഞാൻ പറയുന്ന വെച്ചാല് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം എന്ന് പറയുന്നത് എത്രയാണ്? 75,000 പ്ലസ് 45,000. നിങ്ങൾ നോക്കിയാട്ടെ, അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:1 ആണ് ഉള്ളത്. എത്രയാ ഉള്ളത്? 3:1. ഈ റേഷ്യോ ഇപ്പൊ 3:1 ആണുള്ളത്. 75,000 45,000 എന്ന് പറയുന്നത് അല്ല, 15 ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 15 5:3 ആ മറ്റേ റേഷ്യോ. 5:3 ആണ് ഈ ക്യാപിറ്റൽ ബാലൻസിന്റെ റേഷ്യോ ഉള്ളത്. 3:1 ആണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ അത് നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാക്കണം. ഓക്കെ, ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ രണ്ടാളെ ക്യാപിറ്റൽ എടുക്കാം. ഓക്കെ, അവർ രണ്ടാളെ ക്യാപിറ്റൽ എടുക്കാം. ഇതാണ് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം. അവർ രണ്ടാളെ ക്യാപിറ്റൽ എടുത്തു കഴിഞ്ഞാൽ അതാണ് എന്ത്? ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം. ക്വസ്റ്റനിൽ സ്പെസിഫിക് ആയിട്ട് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം തന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് കമ്പൈൻഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയും. പേരെല്ലാം വെറുതെയാണ്. അതായത് രണ്ടാളെ ക്യാപിറ്റൽ ബാലൻസ് ടോട്ടൽ ചെയ്തതിന് 1,20,000 റുപ്പീസ് കിട്ടും. രണ്ട് പാർട്ട്നേഴ്സ് അല്ലേ ഉള്ളത്. ആ രണ്ടാളെ ക്യാപിറ്റൽ ആഡ് ചെയ്തതിന് നമുക്ക് എന്ത് കിട്ടും? 1,20,000 കിട്ടും. ഈ 1,20,000 എന്ന് പറയുമ്പോൾ എത്ര ഷെയറിനാ? 3:1 ആണ് റേഷ്യോ. 4 ഷെയറിനാണ് എന്ത്? 1,20,000. അങ്ങനെയാണെങ്കിൽ 1 ഷെയറിന് എത്രയായിരിക്കും പൈസ? 1,20,000 ഡിവൈഡഡ് ബൈ 4, that is equal to 30,000. അങ്ങനെയാണെങ്കിൽ എന്റെ ക്യാപിറ്റൽ എത്രയായിരിക്കണം? എന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30,000 into 3, that is equal to 90,000. C's capital is equal to 30,000 into 1, that is equal to 30,000. ഇതാണ് അവരെ പുതിയ ക്യാപിറ്റൽ വേണ്ടത്. എങ്ങനെ കിട്ടിയത്? അവർ രണ്ടാളെ ക്യാപിറ്റൽ ബാലൻസ് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് നമുക്ക് കിട്ടിയ 1,20,000 ആണ്. ഈ 1,20,000 എന്ന് പറയുന്നത് 4 ഷെയറിനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഷെയറിന് എത്രയാണ്? നമ്മൾ എല്ലായിടത്തും ഇത് തന്നെയാണ് പഠിക്കുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ ബൈ ഹാർട്ട് ഫോർമുല പഠിക്കേണ്ട ആവശ്യമില്ല. ഈ കൺസെപ്റ്റ് ചിന്തിച്ചാൽ മതി. 1,20,000 4 ഷെയർ. അങ്ങനെ 1 ഷെയറിന് എത്രയാ? 1,20,000 ഡിവൈഡ് ബൈ 4. അതായത് ഒരാൾ ഒരു ഷെയറിന് എത്ര പൈസ കൊണ്ടുവന്നതിനാലാണ് 4 ഷെയർ 1,20,000 ആവാം. അങ്ങനെയാണെങ്കിൽ 1,20,000 ഡിവൈഡ് ബൈ 4, 30,000. 30,000 അവരവരെ ഷെയറോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? എന്റെ ക്യാപിറ്റൽ 90,000 ആയിരിക്കണം, സിന്റെ ക്യാപിറ്റൽ 30,000 ആയിരിക്കണം. ഓക്കെ, ശ്രദ്ധിക്കുക. ടു ബാലൻസ് ക്യാരി ഡൗൺ നമ്മൾ എന്ത് ചെയ്യാം? 90,000 30,000. നിങ്ങൾ നോക്കിയാട്ടെ, എന്റെ ക്യാപിറ്റൽ ഓൾറെഡി ഉള്ളത് 75,000 ആണ്. പക്ഷെ എന്റെ ക്യാപിറ്റൽ എത്രയാണ് വേണ്ടത്? 90,000. അങ്ങനെയാണ് കൊണ്ടുവരേ വേണ്ടത്, വിഡ്രോ ചെയ്യേ വേണ്ടത്? 75,000 ഉള്ളത് 90,000 ആക്കണമെങ്കിൽ കൊണ്ടുവരണം. ജേർണൽ എൻട്രി കൊണ്ടുവരുമ്പോൾ എന്താണ്? എഡീഷണൽ ക്യാപിറ്റൽ. ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അത് നമുക്ക് ക്യാഷ് വെച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം, കറണ്ട് വെച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെല്ലാം ഓൾറെഡി പറഞ്ഞതാണ്. അഡ്മിഷനിൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. അതേപോലെ സീനെ സംബന്ധിച്ചിടത്തോളം അയാളെ ക്യാപിറ്റൽ ഉള്ളത് 45,000 ആണ്. പക്ഷെ അയാളെ ക്യാപിറ്റൽ എത്രയാണ് വേണ്ടത്? 30,000. അയാൾ എന്ത് ചെയ്യണം? വിഡ്രോ ചെയ്തിട്ട് പോകണം. വിഡ്രോ ചെയ്യുമ്പോൾ എന്താ? ജേർണൽ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ക്യാഷ് ഓർ കറണ്ട് അക്കൗണ്ട്. ക്യാഷ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
ക്യാഷ് എന്ന് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യണം. ക്യാഷ് നമുക്ക് കിട്ടുമ്പോൾ ആഡ് ചെയ്യണം. അതായത് എഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. വിഡ്രോ ചെയ്യുമ്പോൾ ലെസ് ചെയ്യണം. ഇനി കറണ്ട് അക്കൗണ്ട് കേസോ, കറണ്ട് അക്കൗണ്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജേർണൽ എൻട്രിയിൽ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ അസറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ ലയബിലിറ്റി സൈഡ്. ഓക്കെ, ഇതാണ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് കമ്പൈൻഡ് മെത്തേഡ്. രണ്ട് രീതിയിലാണ്. ഒന്നെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം തരും. അതാണ് നമ്മൾ ഇന്നലെ ഞാൻ തന്ന ഹോം വർക്ക്സ്. ഏകദേശം എനിക്ക് റെസ്പോണ്ട് ചെയ്യുന്നതിൽ ഒരു 90% കുട്ടികൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ചില ആൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രോബ്ലം ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെയ്തു തരാം, പ്രശ്നമൊന്നുമില്ല. വലിയ ഡിലേ അല്ല, പ്രോബ്ലം ചെയ്തു തരാം. ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ നമ്മൾ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇന്നലെ ആ പ്രോബ്ലം ചെയ്താക്ക് വേസ്റ്റ് ആവും. നിങ്ങളോട് ഞാൻ പറയുന്നില്ല, നിങ്ങളെല്ലാം നമ്മളിത് ഞാൻ പഠിപ്പിക്കുന്ന മാജിക്കിന്റെ പവർ ഒന്നല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ എല്ലാം കേട്ടു, നിങ്ങൾക്ക് അത് എന്നെ വിശ്വാസമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ഞാൻ പറയുന്ന പോലെ മാത്രം ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആൻസർ ടാലി ആവും. അല്ലാണ്ട് നിങ്ങൾക്ക് ടാലി ആവില്ല. ഫസ്റ്റ് വേണ്ട നമുക്കിപ്പം ഒരു ട്രസ്റ്റാണ്, അത് ഇമ്പോർട്ടൻ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്കൂളിൽ ടീച്ചർ 1+1 2 എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ നമുക്ക് അറിയുന്ന 1+1 2 ആണ്. അത് അറിയാത്ത എത്ര ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അത് പഠിക്കാത്ത എത്ര ആൾക്കാരുണ്ട്? ഇല്ലിറ്ററേറ്റ് പീപ്പിൾ. 1+1 2 അത് അവർ പറഞ്ഞതുകൊണ്ടല്ലേ. ഇതിപ്പോ ബൈ ചാൻസ് ഒരു നമ്മുടെ ടീച്ചർ 1+1 3 ആണെന്ന് ആദ്യമായിട്ട് നമ്മളോട് പറഞ്ഞെങ്കിൽ അതായിരിക്കും നമ്മുടെ മൈൻഡിൽ ഇപ്പം ഉണ്ടാവും. അത് പിന്നെ മാറണമെങ്കിൽ നമ്മൾ പുതിയതായിട്ട് പഠിക്കണം. അതാണ് കൺസെപ്റ്റിന്റെ വലിയ ഇമ്പോർട്ടൻസ്. കൺസെപ്റ്റ് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തോളാം, നമ്മൾ അത് ഫീഡ് ചെയ്തോളാം. ഓക്കെ, ഇതാണ് കമ്പൈൻഡ് ക്യാപിറ്റൽ. ഇതോടെ തീരുന്നില്ല. ഈ കമ്പൈൻഡ് ക്യാപിറ്റൽ രണ്ടാമത്തെ കുറച്ചും കൂടി വലുതാണ്. ഓക്കെ, ഇതോടെ തീരുന്നില്ല. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം. ഇത് മനസ്സിലായിട്ടില്ല മക്കളെ? അടുത്ത ശ്രദ്ധിക്കും. അടുത്ത നമ്മളോട് എന്താ പറയാന്ന് വെച്ചാൽ ഇതിന്റെ എക്സ്റ്റൻഷൻ തന്നെയാണ്. നമ്മളോട് പറയുന്നത് ബിക്ക് ക്യാപിറ്റൽ സെറ്റിൽ ചെയ്യണം. ബിന്റെ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? സെറ്റിൽ ചെയ്യണം. മനസ്സിലാക്കേണ്ട കാര്യം, ബിന്റെ ക്യാപിറ്റൽ സെറ്റിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സ് പൈസ കൊണ്ടുവരേണ്ടി വരും. കാരണം എല്ലാ കേസിലും നമുക്ക് എന്തുണ്ടാവില്ല? ക്യാഷ് ബാലൻസ് ഉണ്ടാവില്ല. ഓക്കെ, ബിന്റെ ക്യാപിറ്റൽ സെറ്റിൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സ് കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ പുതിയതായിട്ടൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, പുതിയതായിട്ട് തന്നെ ചെയ്യുക, ദാറ്റ്സ് ബെറ്റർ. വിത്ത് സെയിം എക്സാമ്പിൾ ആണ്. ഇനി എക്സാമ്പിൾ എന്താ, ഇതെങ്ങനെ വന്നേ ചോദിക്കരുത്. ഓക്കെ, ടു ബാലൻസ് ക്യാരിഡ് ഓൺ 75,000 45,000. ഇവിടെ ടു ബാങ്ക് ലോണിന് പകരം ടു ക്യാഷ് 30,000. എത്രയാണ്? 30,000. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 75,000 45,000. ഓക്കെ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് എക്സാമ്പിൾ. ഇനി മുതൽ ഞാൻ കാൽക്കുലേഷനെ പഠിപ്പിച്ചു തരും, പോസ്റ്റിംഗ് പഠിപ്പിച്ചു തരില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, അതായത് ശ്രദ്ധിക്കും, ഈ മെത്തേഡ് എന്താന്ന് വെച്ചാൽ, ഈ മെത്തേഡ് അല്ല, ഇത് കണ്ടിന്യൂഷൻ ആണ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ മെത്തേഡിന്റെ കണ്ടിന്യൂഷൻ. 3:2:1 ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, 3:1 ആണ് പുതിയ റേഷ്യോ. അതേപോലെ ഇവിടെ മാറ്റം എന്ന് വെച്ചാല് കഴിഞ്ഞ കേസിൽ നമ്മൾ എന്ത് ചെയ്യില്ല, റിട്ടയറിംഗ് പാർട്ട്ണറിന് പേയ്മെന്റ് നടത്തുന്നില്ല. ഇവിടെ റിട്ടയറിംഗ് പാർട്ട്ണറിന് പേയ്മെന്റ് നടത്തുന്നത്. റിട്ടയറിംഗ് പാർട്ട്ണറിന് നമ്മൾ പേയ്മെന്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനൊരു റിട്ടയറിംഗ് പാർട്ട്ണറിന് പേയ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് ക്യാഷ് ബാലൻസ് ഇനഫ് ഉണ്ടാവണം. ഓക്കെ, അത് എപ്പോൾ ഇനഫ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ നമ്മളോട് ജനറലി എന്താ പറയുന്നത് വെച്ചാൽ, അത് മാത്രമല്ല ഇതൊരു ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്. ഇതൊരു ക്യാപിറ്റൽ പേയ്മെന്റ് ആയതുകൊണ്ട് നമ്മളോട് പറയുന്നത് ഈ എത്രയാണോ റിട്ടയറിംഗ് പാർട്ട്ണറിന് പേയ്മെന്റ് നടത്തുന്നത് അത് എയും ബിയും എന്ത് ചെയ്യണം? കൊണ്ടുവരണം. എയും സിയും എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അതായത് റിമൈനിങ് പാർട്ട്നേഴ്സ്. നമ്മുടെ എക്സാമ്പിളിൽ എയും സിയും. ശ്രദ്ധിക്കേ, റിട്ടയറിംഗ് പാർട്ട്ണറിന് പേയ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ ആ പേയ്മെന്റ് നടത്തേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യനിൽ 30,000. ക്യാഷ് ബാലൻസ് ഒന്നും ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കുക, 30,000. ഈ 30,000 പേയ്മെന്റ് നടത്തണമെങ്കിൽ 30,000 നമുക്ക് വേണ്ടേ? ഇത് ആര് കൊണ്ടുവരണം? എയും സിയും കൊണ്ടുവരുമ്പോൾ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, അത് ക്യാപിറ്റൽ ആവൂലേ? എ ഒരു ക്യാഷ് കൊണ്ടുവന്ന അതിന് ക്യാപിറ്റൽ എന്നല്ല പറയാ, സി ഒരു ക്യാഷ് കൊണ്ടുവന്നതിന് ക്യാപിറ്റൽ എന്നല്ല പറയാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേമും ഇപ്പോഴത്തെ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേമും മാറും. എങ്ങനെയാന്ന് ശ്രദ്ധിക്കും.
ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം. ഫോർമുല ആയിട്ട് പഠിക്കാൻ നിൽക്കരുത്, മനസ്സിലാക്കിയാൽ മതി. ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം കമ്പൈൻഡ് ക്യാപിറ്റൽ ഓഫ് പാർട്ട്നേഴ്സ്. സോറി ഫോർമുല അല്ല എഴുതേണ്ടത്, കോൺസെപ്റ്റ് എഴുതേണ്ടത്. ഫോർമുല ഓൾറെഡി എഴുതി വെച്ചതാണ്. ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം ഈസ് ഈക്വൽ ടു 75,000 ഓക്കെ പ്ലസ് 45,000 പ്ലസ് 30,000. സർ എന്തിനാ ഈ 30,000 ആഡ് ചെയ്യുന്നത്? ഈ 30,000 റുപ്പീസ് റിട്ടയറിംഗ് പാർട്ട്ണറിന്റെ എമൗണ്ട് അല്ലേ? ഈ റിട്ടയറിംഗ് പാർട്ട്ണറിന് നമ്മൾ പേയ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ആര് കൊണ്ടുവരണം? എയും സിയും കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരണം അതും നമ്മളിപ്പോ ചിന്തിക്കുന്നില്ല, അതിൽ ഓട്ടോമാറ്റിക് സെറ്റ് ആവും. ഞാൻ പറയുന്ന പോലെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് സെറ്റ് ആവും. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലേക്ക് കൊണ്ടുവരാം. അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. 75,000 പ്ലസ് 45,000 അവരുടെ ക്യാപിറ്റൽ ബാലൻസ് ആണ്. സർ ഇത് ലോൺ റിട്ടയർ ചെയ്ത പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അല്ലേ? അത് എടുക്കാൻ പറ്റുമോ? ക്യാപിറ്റൽ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോ അതായത് അവർക്ക് നമ്മൾ പേയ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ആര് കൊണ്ടുവരണം? എയും കൊണ്ടുവരണം, സിയും കൊണ്ടുവരണം. ആ എയും സിയും ഒരു ക്യാഷ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ പറയുന്ന കാര്യം അത് ക്യാപിറ്റലാണ്. ഇത്രയേ ഉള്ളൂ. എയും സിയും കൊണ്ടുവരുമ്പോൾ ക്യാപിറ്റൽ എന്നല്ല പറയാം നമ്മള്. എ ഒരു ക്യാഷ് കൊണ്ടുവന്ന് എന്താ പറയുന്നത്? എഡീഷണൽ ക്യാപിറ്റൽ. എന്താ ജേണൽ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് ടു എസ് ക്യാപിറ്റൽ. സി ഒരു എമൗണ്ട് കൊണ്ടുവന്ന് നിങ്ങൾ എന്താ ജേണൽ എൻട്രി പറയാ? ക്യാഷ് അക്കൗണ്ട് ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതുകൊണ്ട് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഞാനെല്ലാം +2 പഠിക്കുമ്പോൾ ഇത് വൈകാട്ടാണ്. നമുക്കറിയില്ല എന്താ ഇതിന്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് അറിയില്ല, അതാ പ്രശ്നം. ഓട്ടോമാറ്റിക് നമ്മളെ ക്യാപിറ്റൽ എത്രയാവും? 1,50,000 ആവും. ഇഫ് ഐ ആം റൈറ്റ് 1,50,000 ആവും. അങ്ങനെയാണെങ്കിൽ വൺ ഷെയറിന് എത്രയാണ്? വൺ ഷെയറിന് 1,50,000 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 75,000 37,500. ഇഫ് ഐ ആം റൈറ്റ് 37,500. 1,50,000 divided by 4 37,500. A's capital എന്ന് പറയുന്നത് 37,500 into 3 that is equal to 1,12,500. Next C's capital എന്ന് പറയുന്നത് 37,500 into 1 that is equal to 37,500. ഇത് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് കാണിക്കുക. ഇതാണ് പുതിയ ബാലൻസ് ഷീറ്റ് കാണിക്കേണ്ട മക്കളെ. എപ്പോൾ മനസ്സിലാക്കാൻ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ബാലൻസ് ക്യാരി ഡൗൺ ആണ് ബാലൻസ് ഷീറ്റ് കാണിക്കേണ്ടത്. ചില ആൾക്കാർക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ടാവാം, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നത്. 1,12,500 37,500 കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ക്യാഷ് കൊണ്ടുവരുന്ന പാർട്ട്ണർ ക്യാഷ് കൊണ്ടുവരിക, വിഡ്രോ ചെയ്യേണ്ട പാർട്ട്ണർ വിഡ്രോ ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ക്യാഷ് കൊണ്ടുവരേണ്ട പാർട്ട്ണർ ക്യാഷ് കൊണ്ടുവരിക, വിഡ്രോ ചെയ്യേണ്ട പാർട്ട്ണർ വിഡ്രോ ചെയ്യുക. ഇത്രയേ ഉള്ളൂ സംഭവം. വേണമെങ്കിൽ നമുക്ക് അത്രയും എമൗണ്ട് കണ്ടുപിടിക്കാം. 75,000 അതായത് ബൈ ക്യാഷ് എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ട് കൊണ്ടുവരേണ്ടി വരും? 75,000 1,12,500 പ്ലസ് 75,000 1,12,500 minus 75,000 that is equal to 37,500. ഓക്കെ, അതേപോലെ മറ്റേ ആൾ എത്ര കൊണ്ടുവരേണ്ടത്? 45,000 37,500 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 7,500 ടു ക്യാഷ് വിഡ്രോ ചെയ്യേണ്ടതാണ് മറ്റേ ആൾ. ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റിന്റെ രണ്ടാമത്തെ മെത്തേഡിൽ രണ്ടാമത്തെ കേസ്. ഓക്കെ, ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റിൽ തേർഡ് ടൈപ്പാണ് നമ്മളിപ്പോ പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാല് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ആഫ്റ്റർ സെറ്റിൽമെന്റ് ഓഫ് പാർട്ട്ണർ ആഫ്റ്റർ സെറ്റിൽമെന്റ് ഓഫ് റിട്ടയറിംഗ് പാർട്ട്ണർ നമ്മുടെ ക്യാഷ് ബാലൻസ് ഓൾറെഡി ഉള്ളത് 15,000 രൂപയാണ്. അത് 60,000 രൂപ ആക്കണം. ഓക്കെ, എങ്ങനെയാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ കയ്യിൽ 15,000 ആണ് ഉള്ളതെങ്കിൽ ഓക്കെ, അത് 60,000 ആക്കണമെങ്കിൽ ഒരു പാർട്ട്ണർ എത്ര പൈസ തരണം എനിക്ക്? 45,000. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ എനിക്ക് എത്ര പൈസ തരണം? 45,000 റുപ്പീസ്. അതേപോലെ നിങ്ങൾ ബിസിനസ്സിൽ ചിന്തിച്ചു നോക്കിയാട്ടെ. ബിസിനസ്സിൽ 15,000 രൂപ ഉണ്ട്, അത് 60,000 രൂപ ആക്കണമെങ്കിൽ ആ റിമൈനിങ് പാർട്ട്നേഴ്സ് എത്ര കൊണ്ടുവരണം? 45,000. ആ 45,000 റിമൈനിങ് പാർട്ട്നേഴ്സ് കൊണ്ടുവരുമ്പോൾ അതിനും ക്യാപിറ്റൽ എന്നല്ലേ മക്കളെ പറയാ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് എത്രയാണോ കൊണ്ടുവരേണ്ടത് അതും നമ്മൾ എന്ത് ചെയ്യണം? ഈ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേമിന്റെ കൂടെ ആഡ് ചെയ്യണം. അതായത് സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം എന്ന് പറയുമ്പം കമ്പൈൻഡ് ക്യാപിറ്റൽ ഓഫ് ഓൾ പാർട്ട്ണർ കമ്പൈൻഡ് ക്യാപിറ്റൽ ഓഫ് റിമൈനിങ് പാർട്ട്നേഴ്സ് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ് പ്ലസ്
ക്യാഷ് പേ ടു റിട്ടയറിംഗ് പാർട്ട്ണർ. എന്തുകൊണ്ടാണ് അത് ആഡ് ചെയ്യുന്നത്? അത് പേ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ക്യാഷ് കൊണ്ടുവരുന്നത് റിമൈനിങ് പാർട്ട്നേഴ്സ് ആണ്. റിമൈനിങ് പാർട്ട്നേഴ്സ് ആ ക്യാഷ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റലാണ്. അതേപോലെ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ 60,000 ക്യാഷ് ബാലൻസ് വേണമെങ്കിൽ ഓൾറെഡി 45,000 ഉണ്ട്. നമുക്ക് എത്ര കൊണ്ടുവരണം? ഓൾറെഡി 15,000 ഉണ്ട്. 60,000 ആക്കണമെങ്കിൽ എത്ര കൊണ്ടുവരേണ്ടത്? 45,000. ഈ 45,000 കൊണ്ടുവരുമ്പോ അതും ക്യാപിറ്റൽ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതും ക്യാപിറ്റൽ ആണ്, കാരണം ഓണേഴ്സ് അല്ല ഇത് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഈ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തതാണ് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം. അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഞാനിപ്പോ എക്സാമ്പിളിലേക്ക് വരാം. നമ്മൾ നേരത്തെ എക്സാമ്പിളിന്റെ കണ്ടിന്യൂഷൻ ആണ്. ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം എന്ന് പറയുന്നത് 75,000 plus 45,000 plus 30,000 plus 60,000 minus 15,000. ഓക്കെ, ഇങ്ങനെയാണ് ഫോമുല പറയുന്നത്. നിങ്ങൾക്ക് ഡയറക്ട്ലി വേണമെങ്കിൽ എന്ത് ചെയ്യാം? 45,000 ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോ ലോജിക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? നമുക്ക് ഒരു എമൗണ്ട് കിട്ടും. ദാറ്റ് ഈസ് ഓൾറെഡി നമുക്ക് 1,50,000 കിട്ടി. 1,50,000 കൂടെ 45,000 ആഡ് ചെയ്താൽ മതി. അത്ര കിട്ടും. 1,95,000 കിട്ടും. 1,95,000 എന്ന് പറയുമ്പോൾ 4 ഷെയറിന്റെ വാല്യൂ ആണ്. നമ്മൾ എന്ത് ചെയ്യണം? 1 ഷെയറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിവൈഡ് ബൈ 4, 48,750. സാധാ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം. എങ്ങനെയാണ്? 1 ഷെയറിന് 48,750 ആണെങ്കിൽ 3 ഷെയറിന് എത്രയാണ്? 48,000 into 3 എന്ന് പറയുന്നത് 1,46,250. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ചില പാർട്ട്ണർ കൊണ്ടുവരേണ്ടി വരും, ചില പാർട്ട്ണർ വിഡ്രോ ചെയ്യേണ്ടി വരും. അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് 60,000 രൂപയായിരിക്കും. ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് 60,000 രൂപ ആയിരിക്കും. കാരണം എന്താ? നമ്മൾ അങ്ങനെ ചെയ്തത്. ആ 60,000 രൂപ ക്യാഷ് ബാലൻസ് കിട്ടേണ്ട രീതിയിൽ നമ്മൾ പ്രോബ്ലം ചെയ്തത്. മക്കളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഓക്കെ ആണോ? ഈ 3 കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് മെയിൻ ഫോർമുല. പക്ഷെ ഈ ഫോമിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഇവിടുന്നേ തുടങ്ങണം. ഓക്കെ, ഇവിടുന്നേ തുടങ്ങണം കൺസെപ്റ്റ്. ഫസ്റ്റ് റിട്ടയറിംഗ് പാർട്ട്ണറിന് പേ ചെയ്യുന്നില്ല, പിന്നെ റിട്ടയറിംഗ് പാർട്ട്ണറിന് പേയ്മെന്റ് നടത്തുന്നു, പിന്നെ റിട്ടയറിംഗ് പാർട്ട്ണറിന് പേയ്മെന്റ് നടത്തുന്നുണ്ട്, ഒരു ക്യാഷ് ബാലൻസ് മെയിൻറ്റെയിനും ചെയ്യണം. വെറുതെ ഓക്കെ പറയണ്ട, മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. വോയിസിലേക്ക് വന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ കമ്പൈൻഡ് ക്യാപിറ്റൽ മെത്തേഡിലെ ഫോർമുല. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഇല്ലസ്ട്രേഷൻ 7 ആണ്. റെഡ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 5:3. They took out a joint life policy in 2011 for 50,000. ഓക്കെ, 50,000 രൂപന്റെ പ്രീമിയം, 50,000 രൂപന്റെ നമ്മൾ ഒരു ജോയിന്റ് ലൈഫ് പോളിസി എടുത്തത്. അത് ശരിക്കും പറഞ്ഞാൽ ഇറലവന്റ് എമൗണ്ട് ആണ്. കാരണം അത് നമുക്ക് മെച്ചൂർഡ് ആകുമ്പോൾ ചിലപ്പോൾ തിരിച്ചിടുന്ന പൈസ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എല്ലാ കൊല്ലം കൂടി അടക്കേണ്ട പൈസ ആയിരിക്കും. 50,000. A premium of 3,000. ഈ പ്രീമിയം ആണ് ഇമ്പോർട്ടൻറ്റ്. 3,000 being paid annually on the 10th June. 10 ജൂണിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ പ്രാവശ്യം 10 ജൂണിൽ നമ്മൾ ഈ 3,000 പേ ചെയ്യണം. Surrender value of the policy on 31st December of various year was as follows. 2011 ഓക്കെ, 10th June 2011 നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ 2011 നമുക്ക് 1 രൂപ പോലും കിട്ടൂല നമ്മൾ ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തെ കൊല്ലം നമ്മൾ ആദ്യം 3,000 പേ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 900 റുപ്പീസാണ് കിട്ടുക. ടോട്ടൽ 6,000 പേ ചെയ്തിട്ട് 900 റുപ്പീസാണ് നമുക്ക് തിരിച്ചു കിട്ടുക. മൂന്നാമത്തെ കൊല്ലം ആദ്യം 3,000 പേ ചെയ്യും. നമുക്ക് കിട്ടുക ആകെ എത്രയാണ്? 2,000 റുപ്പീസ്. ടോട്ടൽ 9,000 പേ ചെയ്ത 2,000 ആണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഇത് സറണ്ടർ വാല്യൂ ആണ് ഓരോ കൊല്ലത്തെ. 2014 നമ്മൾക്ക് കിട്ടുന്ന സറണ്ടർ വാല്യൂ എന്ന് പറയുന്നത് 3,600. ഓക്കെ, ബ്ലാക്ക് റിട്ടയേഴ്സ് on 15th April 2015. Okay, prepare ledger accounts assuming no joint life policy account is maintained. No joint life policy account is maintained എന്നിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന അവരെന്താ വെച്ചാൽ ഇവർ എക്സ്പെൻസ് ആയിട്ട് ഇവിടെ ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും എക്സാം ക്വസ്റ്റ്യൻ ആയിട്ട് ചിന്തിക്കരുത്. ജനറലി വരാൻ ചാൻസ് കുറവാണ്, ബട്ട് വന്നു കഴിഞ്ഞാൽ പണി കിട്ടിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നിങ്ങളെ റിസ്ക് എടുപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങളെ ഫ്രണ്ടിൽ വെച്ചോ.
ഓക്കെ, ഇത് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ 2 ലെഡ്ജർ അക്കൗണ്ട് ആണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഒന്ന് JLP അക്കൗണ്ട്, അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കാരണം എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എല്ലാ എമൗണ്ടും എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന മെത്തേഡിൽ സറണ്ടർ വാല്യൂ ഇറലവൻ്റ് ആണ്. മക്കളെ എല്ലാം നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. സറണ്ടർ വാല്യൂ എന്തിനാ തരുന്നത്? അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സറണ്ടർ വാല്യൂലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് എന്ത് പറയുന്നത്, സറണ്ടർ വാല്യൂ തരുന്നത്. എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സറണ്ടർ വാല്യൂ ഇറലവൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ നോക്കിക്കോ, ഞാൻ ജേർണൽ എൻട്രി പഠിപ്പിച്ചാൽ മാത്രമേ പാസ് ചെയ്യും, വേറൊന്നും പാസ് ചെയ്യൂല. ഫസ്റ്റ് നമ്മൾ ഓക്കെ 10th June 2011 നമ്മൾ പേ ചെയ്യും. 10th June 2011 പേ ചെയ്യുമ്പോൾ JLP എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എത്ര എമൗണ്ട്? 3000 rupees. ഓക്കെ, ഇനി ഇയർ എൻഡ് എന്ന് പറയുന്നത് 11/12/13 എന്നാ പറയുന്നത്. 31/12/2011 31/12/2011 നമ്മൾ എന്ത് ചെയ്യും? ജേർണൽ എൻട്രി പാസ് ചെയ്യുന്നത് ഒന്നുമില്ല, ഇവിടെ ബൈ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 3000 rupees. കാരണം ഇവിടെ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. എക്സ്പെൻസ് ആകുമ്പോൾ എല്ലാ എമൗണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? 10/6/2012 നമ്മൾ എന്ത് ചെയ്യും? ആദ്യം പേ ചെയ്യും ടു ക്യാഷ് 3000 rupees. ആ ഫുൾ എമൗണ്ട് 31/12/2012 നമ്മൾ എന്ത് ചെയ്യും? ആ ഫുൾ എമൗണ്ട് ബൈ P&L അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. ജേർണൽ എൻട്രി JLP അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ക്ലോസ് ചെയ്യുമ്പോൾ P&L അക്കൗണ്ട് അപ് ടു JLP അക്കൗണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക? P&L അക്കൗണ്ട് പോസ്റ്റ് ചെയ്യുക 31/12/2011 ടു JLP എക്സ്പെൻസ്. എത്ര എമൗണ്ട്? അല്ലെങ്കിൽ JLP പ്രീമിയം എന്ന് എഴുതിയാൽ മതി. ഓക്കെ, 3000 രൂപ. ചില ആൾ ചോദിക്കും, സർ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ആക്കണ്ടേ? മക്കളെ, ഇത് ടോട്ടൽ ആക്കണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് നിങ്ങളോട് ഒരു എക്സ്ട്രാക്ട് ആണെന്ന് ചോദിക്കുന്നത്, നിങ്ങൾ ജസ്റ്റ് എന്ത് ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബാലൻസ് ചെയ്യുക. P&L അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ നെറ്റ് ലോസ്, ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്. ഇതാണ് വേറൊരു കൺസെപ്റ്റ്. ഓക്കെ, നമുക്ക് ഇവിടെ ഇത്ര മതി. ഇനി 31/12/2012 ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം? ടു JLP എത്ര എമൗണ്ട്? 3000. ഇവിടെ അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം? 10/6/2013 ആദ്യം പേ ചെയ്യുക ടു ക്യാഷ് എത്ര എമൗണ്ട്? 3000. 31/12/2013 നമ്മൾ എന്ത് ചെയ്യാം? ബൈ P&L അക്കൗണ്ട് 3000. 10/6/2014 ടു ക്യാഷ് ആദ്യം പേയ്മെന്റ് നടത്തുമ്പോൾ എന്ത് ചെയ്യുക? ആ 3000 ട്രീറ്റ് ചെയ്യുക. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? 31/12/2014 അത് ആദ്യം ക്ലോസ് ചെയ്യുക. ജസ്റ്റ് ഒരു എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്ത് മക്കളെ, നിങ്ങളൊരു സാലറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ലേ? അത് തന്നെയാ സംഭവം ഇവിടെ. സാലറിക്ക് പകരം JLP അക്കൗണ്ട് എന്ന് പറയുന്നതെന്നേ ഉള്ളൂ. അതേപോലെ എന്ത് ചെയ്യുക? നിങ്ങൾ ഇവിടെയും ചെയ്യണം. 31/12/2013 ടു JLP 3000. ഓക്കെ, അതേപോലെ 31/12/2014 ടു JLP 3000. ഓക്കെ, നമ്മളിങ്ങനെ ഓരോ കൊല്ലം നമ്മളിങ്ങനെ പേ ചെയ്യുന്നത്. നമ്മളോട് എന്നിട്ട് എന്താ പറയുന്നത് വെച്ചാൽ, ബ്ലാക്ക് റിട്ടയർസ് ഓൺ 15th April 2015. ബ്ലാക്ക് റിട്ടയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 15. ഓക്കെ, ഏതാ ഡേറ്റ്? 15th April 2015. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത ജേർണൽ എൻട്രി, ബേസിക് ജേർണൽ എൻട്രീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വലിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ജേർണൽ എൻട്രി പാസ് ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ബേസിക് ജേർണൽ എൻട്രീസും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ മഗ്ഗപ്പ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല. എന്താ ജേർണൽ എൻട്രി? ബേസിക് ജേർണൽ എൻട്രീസ് ക്യാഷ്, അതായത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത ഒരു ഐറ്റം നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ അത് ഇൻകം ആണ്. ക്യാഷ് അക്കൗണ്ട് അപ് ടു JLP പ്രീമിയം റിസീവ്ഡ് അല്ലെങ്കിൽ JLP അക്കൗണ്ട് ഏതാണ്? 5th April 2015 ബൈ ക്യാഷ് എത്ര എമൗണ്ട് കിട്ടുന്നത്? നിങ്ങൾ നോക്കിയാട്ടെ. ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് അവർ ഈ കേസിൽ ട്രീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഡേറ്റിന്റെ എമൗണ്ട് തന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ 3600 ആയിട്ട് എടുക്കാം. ഓക്കെ, 3600 ആയിട്ട് എടുക്കാം. അതായത് റിട്ടയർ ചെയ്യുമ്പോൾ റേറ്റ് തരാത്തതുകൊണ്ട് 3600, അതായത് പ്രീവിയസ് എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. മാൻഡേറ്ററി അല്ല. നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം? ബൈ ക്യാഷ് 3600 എന്ന് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഇത്രയേ ഉള്ളൂ. എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന അതിന്റെ ഒരു പോസ്റ്റിംഗ്. ജസ്റ്റ് ഇത് നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ഇതൊന്നും വലിയ ക്വസ്റ്റ്യൻ ഒന്നല്ല. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന ഇല്ലസ്ട്രേഷൻ 8 ആണ്.
ഇലസ്ട്രേഷൻ 8 എന്ന് പറഞ്ഞാൽ സെയിം ക്വസ്റ്റ്യൻ വിത്ത് JLP അസറ്റ് അക്കൗണ്ട് വെച്ചിട്ട് ചെയ്യുന്നത്. JLP അസറ്റ് മെത്തേഡാണ് ചെയ്യുന്നത്. Red, white and black shared profits and losses in the ratio of 5:3:2. They took out a joint life policy in 2007. Okay, if I am right, that question is wrong. അല്ലെങ്കിൽ date is wrong. Okay, 2011 ആണ് അത് വേണ്ടത്. For 50,000, a premium of 3,000 being paid annually on 10th June. The surrender value of the policy on 31st December of various years. Blah blah blah. Black retires on 15th April 2015. Prepare ledger account assuming joint life policy account is maintained on surrender value basis. On surrender value basis എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അസറ്റ് അക്കൗണ്ട് ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് 10th June അല്ലേ? ഇഫ് ഐ എം റൈറ്റ്, 10th June 2011 നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? JLP അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എത്രയാണ്? 3,000 rupees ആ ഉള്ളത് വാല്യൂ. അത്ര വാല്യൂ ഉള്ളത് 3,000 rupees. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മളോട് പറയുന്നത് നമ്മുടെ സറണ്ടർ വാല്യൂ നില്ലാന്ന്. ഇവിടെ സറണ്ടർ വാല്യൂ ഇമ്പോർട്ടൻസ് നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ JLP എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് ഇയർ എൻഡിൽ സറണ്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 0 വാല്യൂ ഒന്ന് കിട്ടാം. LIC കമ്പനിന്ന് 0 വാല്യൂ കിട്ടാം. ഇതെല്ലാം എഗ്രിമെന്റ് ആണ് മക്കളെ. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പേ ചെയ്ത് ഈ 3,000 രൂപ അസറ്റ് ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പറ്റൂല, ഫുൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ജേർണൽ എൻട്രി എന്താ? P&L അക്കൗണ്ട് ഡെബിറ്റ് ടു JLP അസറ്റ് by P&L account 31/12/2011 by P&L account 3,000 rupees. അത് ബാലൻസ് ചെയ്യും. അത് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുക? 31/12/2011 to JLP asset എത്ര എമൗണ്ട്? 3,000 rupees. ഇവിടെ ബാലൻസ് ചെയ്തു. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കണം. സിമ്പിൾ സംഭവമാണ്. ഞാൻ ഒന്നും ബൈഹാർട്ട് രീതിയിൽ പറയൂല, പക്ക കോൺസെപ്റ്റ്. അടുത്ത് എന്ത് ചെയ്യും? 10/6/2012 ഇയാൾ എത്ര പേ ചെയ്യും എന്ന് വെച്ചാൽ ടു ക്യാഷ് ആദ്യം 3,000 പേ ചെയ്യും. ഓക്കെ, 31/12/2012 നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എക്സ്പെൻഡിച്ചർ ട്രീറ്റ് ചെയ്യണം. എത്രയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന ഡൗട്ട്. ഓക്കെ, നമ്മളോട് പറയുന്നത് ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മളോട് പറയുന്നത് നിങ്ങൾ പേ ചെയ്തത് 3,000 + 3,000 6,000 രൂപയാണ്. അതിൽ 3,000 നിങ്ങൾ ഓൾറെഡി എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്ത്. നിങ്ങളുടെ ഇപ്പൊ JLP അസറ്റിന്റെ വാല്യൂ എത്രയാ? 0 ആണ്. എന്നിട്ട് നിങ്ങൾ 10/6/2012 നിങ്ങൾ 3,000 രൂപയും കൂടി പേ ചെയ്തപ്പോൾ നിങ്ങളുടെ JLP അസറ്റിന്റെ വാല്യൂ എത്രയാണ്? 3,000. എത്രയാണ്? 3,000. പക്ഷെ അത് 3,000 ആയിട്ട് അസറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റൂല. നിങ്ങൾ കാണിക്കേണ്ടത് 900 rupees ആണ്. എത്രയാണ്? 900 ആണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ പറ്റും. 3,000 പേ ചെയ്തിട്ടില്ല മക്കളെ, പക്ഷെ 900 മാത്രമേ കാണിക്കാൻ പറ്റൂ. അതായത് നിങ്ങൾ 2,100 rupees എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. 3,000 ആണ് അസറ്റിന്റെ വാല്യൂ. ഇനി അത് 900 ആയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2,100 കുറയ്ക്കാതെ വേണ്ടേ? ജേർണൽ എൻട്രി എന്താ? P&L account ഡെബിറ്റ് ടു JLP അസറ്റ് 2,100. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുക? 31/12/2012 ടു JLP അസറ്റ് എത്ര എമൗണ്ട്? 2,100. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ JLP അസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് 900 ആണ്. എല്ലാവരും ആ കാൽക്കുലേറ്ററിൽ അടിച്ചു വെച്ചോ. 900 ആണ് നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള JLP അസറ്റിന്റെ വാല്യൂ. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ 10/6/2013 ആയപ്പോൾ നമ്മൾ ആദ്യം പേ ചെയ്തു. എത്ര എമൗണ്ട്? 3,000 rupees. ആനുവലി 3,000 rupees ആണ് പേ ചെയ്യുന്നത്. 3,000 rupees പേ ചെയ്യുമ്പോൾ എന്റെ അസറ്റ് 3,000 കൂടും. ഓൾറെഡി 900 ഉണ്ട്. ഇപ്പം 3,000 പേ ചെയ്തപ്പോൾ എന്റെ അസറ്റിന്റെ വാല്യൂ എത്രയായി? 3,900. 3,000 + 900 3,900 ആയി. പക്ഷെ നമ്മളോട് അവര് പറയുന്നത് 31/12/2013 നിങ്ങളുടെ JLP അസറ്റിന്റെ സറണ്ടർ വാല്യൂ എന്ന് പറയുന്നത് 2,000 rupees ആണ്. എത്രയാണ്? 2,000. നിങ്ങളുടെ ഇപ്പൊ വാല്യൂ ഉള്ളത് 3,900 ആണ്. നിങ്ങൾക്ക് എത്ര വാല്യൂ വേണ്ടത്? 2,000. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം? 1,900 നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ബൈ P&L അക്കൗണ്ട് 1,900. ഓക്കെ മക്കളെ, ഇത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാ? ഇപ്പൊ നിങ്ങളുടെ JLP അസറ്റിന്റെ വാല്യൂ 2,000 rupees ആണ്. എത്രയാണ്? 2,000 rupees. സറണ്ടർ വാല്യൂലാണ് ഇപ്പൊ അസറ്റ് ഉണ്ടാവുക. ഓക്കെ, ശ്രദ്ധിക്കണം. 2,000 rupees ആ ഉള്ളത്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നത്? 10/6/2014 നിങ്ങൾ പേ ചെയ്യുന്നത്. എത്ര പേ ചെയ്യുന്നത്? ടു ക്യാഷ് എത്ര? 3,000 rupees പേ ചെയ്യുന്നത്.
അതായത് 3000 റുപ്പീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ 2000 ഉള്ള അസറ്റിന്റെ കൂടെ ഒരു 3000 അസറ്റും കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര പൈസയാവും? 5000 ആവും. എത്രയാവും? 5000 ആവും. പക്ഷെ നമ്മളോട് പറയുന്നത് 31/12/2014 നിങ്ങൾ കാണിക്കേണ്ടത് 3600 ആണ്. അതായത് നിങ്ങൾ 5000 റുപ്പീസ് നിങ്ങളുടെ അസറ്റ് ആയിട്ടില്ലേ, പക്ഷെ 5000 ആയിട്ട് കാണിക്കാൻ പറ്റില്ല, 3600 ആയിട്ടാ കാണിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 5000 minus 3600 that is 1400 ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? 4th ഇയറിൽ നിങ്ങൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കിയാട്ടെ, നമ്മൾ ഓരോ കൊല്ലം എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ബന്ധമില്ലാത്ത എമൗണ്ട്സ് ആണ്. ഞാൻ നിങ്ങൾക്ക് പറയുന്ന കൺസെപ്റ്റ് മാത്രമേ ഇതുള്ളൂ. എന്നിട്ട് 1500 ആയിട്ട് ട്രീറ്റ് ചെയ്തു. പിന്നെ നിങ്ങൾ അത് പേ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്ത് 3600 ആണ് നിങ്ങളിപ്പോ അസറ്റിന്റെ വാല്യൂ ഉള്ളത്, നിങ്ങൾ അത് സെയിൽ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു 5/4/2015 നിങ്ങൾ അത് വിൽക്കുമ്പോൾ ജേർണൽ എൻട്രി ബൈ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു JLP അസറ്റ്. എത്ര എമൗണ്ട്? 3600. മക്കൾ ഇവിടെ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഓക്കെ, അവർ ബാലൻസ് ക്യാരി ഡൗൺ കാണിക്കുന്നുണ്ട്. മക്കളെ ചെറിയ തെറ്റുണ്ട് ഞാൻ ഇവിടെ ചെയ്തേര്. ഓക്കെ, ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് എല്ലാം കറക്റ്റാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾ പറയുന്നുണ്ട്. ഈച്ച് ടൈം നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ക്യാരി ഡൗൺ കണ്ടുപിടിക്കണമായിരുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യും, അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടുതൽ കോംപ്ലിക്കേഷൻ കുറയും. ഓക്കെ, ശ്രദ്ധിക്കും. അതായത് നമ്മൾ ടു ക്യാഷ് നോട്ട് 3000 ട്രീറ്റ് ചെയ്തു, ബൈ P&L അക്കൗണ്ട് നോട്ട് 2100 ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എത്ര ഉണ്ടാവും? അസറ്റ് അല്ലേ, അസറ്റ് ആവുമ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ കാണിച്ചൂടെ? ബൈ ബാലൻസ് ക്യാരി ഡൗൺ 900 റുപ്പീസ്. ഓക്കെ, അത് ബാലൻസ് ആണ്, അതുകൊണ്ടാണ് റൗണ്ട് ചെയ്ത് വെച്ചത്. നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് നമ്മൾ എന്ത് ചെയ്യുക? അതായത് 1/1/2013 ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്യുക. എത്ര ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്യേണ്ടത്? 900 റുപ്പീസ്. നമ്മൾ എന്ത് ചെയ്യും? 10/6/2013 നമ്മൾ എന്ത് ചെയ്യും? പേയ്മെന്റ് നടത്തും. എത്രയാണ്? 3900 ആണ് നമ്മൾ ഓൾറെഡി പേ ചെയ്തത്. 3900 നമ്മുടെ ഇപ്പൊ അസറ്റിന്റെ വാല്യൂ. 900 ഓൾറെഡി ഉള്ളതും 3000. ഓക്കെ, ഇപ്പൊ ഇവിടെ ഡയറക്റ്റ് കിട്ടുന്നുണ്ട്, ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, നമ്മൾ ഈ 3900 എന്നുള്ളത് എത്രയാക്കണം? 2000 ആക്കണം. എത്ര വാല്യൂ ഉള്ളത്? 2000. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? 31/12/2013 ബൈ P&L അക്കൗണ്ട് എത്ര എമൗണ്ട് കാണിക്കണ്ടേ? 1900. നിങ്ങൾക്ക് സെയിം ഡേറ്റിന് എന്ത് കിട്ടും? ബൈ ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ്? 2000 കിട്ടും. ഇതെല്ലാം സറണ്ടർ വാല്യൂ ആണ്. ഫസ്റ്റത്തെ കേസിൽ 0 ആണ് സറണ്ടർ വാല്യൂ. എന്തുകൊണ്ടാ? അവിടെ തന്നെ പറയുന്നുണ്ട് നിൽ വാല്യൂ. ഓക്കെ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? ലാസ്റ്റ് ഇവിടെ ബാലൻസ് ചെയ്തു, ഇവിടെയും ബാലൻസ് ചെയ്തു. എന്നിട്ട് 1/1/2014 നമ്മൾ എന്ത് ചെയ്യുക? ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. എത്ര എമൗണ്ട്? 2000 റുപ്പീസ്. നമ്മൾ പിന്നെ എന്ത് ചെയ്യുക? 10/6/2014 നമ്മൾ ആദ്യം പേയ്മെന്റ് നടത്തുക. എത്ര എമൗണ്ട്? 3000 റുപ്പീസ്. എല്ലാ കൊല്ലം 3000 തന്നെയാണ്. 31/12/2014 നമ്മളോട് പറയുന്നത് ബൈ P&L അക്കൗണ്ട് എത്രയാണ്? 5000 ആണ് നിങ്ങളുടെ അസറ്റിന്റെ വാല്യൂ ഉള്ളത്, പക്ഷെ 3600 ആവാൻ പറ്റും. അതുകൊണ്ട് 1400 നിങ്ങൾ എന്ത് ചെയ്ത്? 1400 നിങ്ങൾ എന്ത് ചെയ്തു? P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതുകൊണ്ട് തന്നെ സെയിം ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ബൈ ബാലൻസ് ക്യാരി ഡൗൺ എത്ര എമൗണ്ട് വരാം? 3600. ഇവിടെ ബാലൻസ് ചെയ്തു. ഓക്കെ, ഇവിടെ ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്തതിന് ശേഷം 1/1/2015 ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്ത എത്ര എമൗണ്ട്? 3600. നമ്മൾ എത്രയാണോ ക്യാരി ഡൗൺ ചെയ്തത് അത് തന്നെ ബ്രോട്ട് ഡൗൺ ചെയ്യുക. അതിനുശേഷം ആ അസറ്റ് എന്ത് ചെയ്യുന്നത്? നമ്മളോട് ഒന്നും എമൗണ്ട് ഒന്നും പറയാത്തതുകൊണ്ട് സെയിം എമൗണ്ട് നമ്മൾ വിറ്റതായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതായത് ഏതാ ഡേറ്റ്? 15th April 2015 ബൈ ക്യാഷ് എത്ര എമൗണ്ട്? 3600. മക്കളെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. പ്രോഫിറ്റും ലോസും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യുക. അതിനുശേഷം ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ എല്ലാ കൊല്ലം ഓരോ ഇയർ എൻഡിൽ എത്രയാണോ P&L അക്കൗണ്ട് ചെയ്യുന്നത് അത് അപ്പം പോസ്റ്റ് ചെയ്യണം. ഞാൻ പിന്നെ മെയിനായിട്ട് അപ്പുറം മാത്രം ഫോക്കസ് ചെയ്തതാണ്. 2100 കഴിഞ്ഞാൽ എത്രയാണ്? നമ്മൾ 1900 ചെയ്യുന്നുണ്ട്. 31/12/2014
ടു JLP എത്ര എമൗണ്ട് വരുന്നത് 1400. ഓക്കെ, നമ്മൾ ഇങ്ങനെ ക്ലോസ് ചെയ്താൽ മാത്രമേ. ഓക്കെ ആണോ മക്കളെ? ഇത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഞാൻ വിട്ടുപോയത്. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICAI മെറ്റീരിയലില് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. On 31st March 2016, the balance sheet of Mr. Ram, Rahul and Rohit share in profits and losses in proportion to their capital stood as follows. Okay, capital base ചെയ്താണ് അവരുടെ റേഷ്യോ. അതായത് നമ്മൾ ഓൾഡ് റേഷ്യോ ഫസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓൾഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു 3 lakh, 2 lakh, 1 lakh എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സീറോസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3:2:1 കിട്ടും. ഓക്കെ, രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതിനനുസരിച്ചിട്ടാണ് ആൻസർ ചെയ്യുക. ഫസ്റ്റ് ഞാൻ ഒരു വട്ടം ഒരു ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ട് വായിക്കാം. ഓക്കെ, capital account balance വന്നിട്ടുണ്ട്, sundry creditors, land and building, machinery, stock, sundry debtors, cash and bank balance. On 31st March 2016, Ram desired to retire from the firm and the remaining partners desired to carry on. It was agreed to revalue the assets and liabilities on that date on the following basis. Land and buildings be appreciated by 30%, machinery be depreciated by 20%. Closing stock to be valued at 80,000, provision for bad debts be made at 5%. Old credit balance of sundry creditors rupees 10,000 be returned back. Joint life policy of the partners surrendered and cash obtained 60,000. Okay, goodwill of the entire firm be valued at 80,000, 1,80,000, and Ram's share of the goodwill be adjusted in the accounts of the Rahul and Rohit, who share the future profits equally. Okay, ഇവിടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്, അതായത് 1:1 ആണ്. ഓക്കെ, ഈക്വലി എന്ന് പറയുമ്പോൾ no goodwill account being raised. The total capital of the firm is to be same as before retirement. Individual capital be in their profit sharing ratio. Amount due to Ram is to be settled on the following basis: 50% on settlement, retirement, and balance 50% within 1 year. This is just rough reading, okay? But എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്നതെന്ന് ഇനി ഞാൻ ആദ്യം ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങളെല്ലാം ഒന്നും കൂടിയും ഡിസ്കസ് ചെയ്യും. ഓക്കെ, ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യും, ഈ ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, പാർട്ട്നേഴ്സിന്റെ പേര് രാം, രാഹുൽ അതേപോലെ റോഹിത് ആണ്. അതിൽ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർ ഫസ്റ്റ് പാർട്ട്ണർ ആണ്, രാമാണ് റിട്ടയർ ചെയ്യുന്നത്. അന്നേരം രാഹുൽസ് ഗെയിനിങ് റേഷ്യോ പേര് എഴുതണം. ഓക്കെ, രാഹുൽസ് ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു 1/2 minus 2/6. 1/2 minus 2/6. Gaining ratio and formula new ratio minus old ratio. Okay, LCM എടുക്കുമ്പോൾ നമുക്ക് 6 കിട്ടും. 6ലെ 2 3 times 3 into 1 minus 1 into 2, that is equal to 1/6. Okay, രാഹുലിന്റെ ഗെയിനിങ് റേഷ്യോ നമുക്ക് കിട്ടി. അടുത്ത രാഹുൽ കഴിഞ്ഞ അടുത്ത പാർട്ട്ണറുടെ പേര് റോഹിത് ആണ്. റോഹിത്തിന്റെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് okay, റോഹിത്തിന്റെ ഗെയിനിങ് റേഷ്യോ എന്നാണ് 1/2 minus 1/6, that is equal to denominator 6. okay, 3 into 1 minus 1 into 1, that is equal to 2/6. അതായത് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. ഗെയിനിങ് റേഷ്യോ എന്താണ്? 1:2 ആണ്. ഓക്കെ, ഗെയിനിങ് റേഷ്യോ നമ്മൾ എന്തിനാ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഗുഡ്വിൽ എന്ത് ചെയ്യുക, നമ്മൾ റിട്ടയർ ചെയ്യുന്ന രാം ഷെയർ ഓഫ് ഗുഡ്വിൽ കണ്ടുപിടിക്കുക. രാം ഷെയർ ഓഫ് ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു, കണ്ടുപിടിക്കാനായിട്ടില്ല, നമുക്ക് എമൗണ്ട് അറിയില്ല എന്ന് വിചാരിക്കുക, കാരണം നമുക്ക് അഡ്ജസ്റ്റ്മെന്റിലുള്ളതാണ്. നമ്മൾ വായിക്കുന്നതിനനുസരിച്ച് ചെയ്യലാണ് നമ്മുടെ മെത്തേഡ്. അതിലേക്ക് തന്നെ നമ്മൾ പോവാം, കാരണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൺസെപ്റ്റ് തെറ്റും. ബാലൻസ് ഷീറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ ഫസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് രാം, രാഹുൽ, രോഹിത്. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ബാലൻസ് ബ്രോഡ് വന്നിട്ട് കാണിക്കാം. ക്യാപിറ്റലിനൊപ്പം ക്രെഡിറ്റ് ബാലൻസ് ആണ്, അതുകൊണ്ട് ലയബിലിറ്റി സൈഡ് കാണിക്കാം. 3 lakhs, 2 lakhs, 1 lakhs. ഓക്കെ, ഇതാണ് എമൗണ്ട് കാണിക്കേണ്ടത്. ഇനി മനസ്സിലാക്കേണ്ടത് സൺട്രി ക്രെഡിറ്റേഴ്സ് 2 lakhs ഉണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സിൽ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റേഴ്സ് ഇന്നർ കോളത്തിൽ. അതായത് നമ്മുടെ കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ഐറ്റംസ് ഇന്നർ കോളത്തിലും അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത ഐറ്റംസ് ഔട്ടർ കോളത്തിലും. പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഇന്നർ കോളത്തിൽ മാത്രം കാണിച്ചാൽ മതി. ഓരോന്നും വായിക്കുന്നതിനനുസരിച്ച് പോസ്റ്റ് ചെയ്ത്, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഓക്കെ, ഇനി ലയബിലിറ്റി സൈഡ് കഴിഞ്ഞു. അസറ്റ് സൈഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മൾ എഴുതാം.
അത്ര എമൗണ്ട് അതും 2 lakh rupees ആണ്. അതും അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതുകൊണ്ട് ഇന്നർ കോളത്തിൽ. മെഷീനറിയും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, കുറച്ച് സ്പേസ് കൂടെ, കാരണം നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. മെഷീനറി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക 2 lakhs, അതും ഇന്നർ കോളത്തിൽ ട്രീറ്റ് ചെയ്യാം. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സ്റ്റോക്ക് ആണ്, അതും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അതുകൊണ്ട് അതും ഇന്നർ കോളത്തിൽ തന്നെ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ് ഉള്ള എല്ലാ കാര്യങ്ങളും ഇന്നർ കോളത്തിൽ. നെക്സ്റ്റ് സൺട്രി ഡെപ്റ്റേഴ്സ്, അതും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അതുകൊണ്ട് അതും ഇന്നർ കോളത്തിൽ ട്രീറ്റ് ചെയ്യാം. എത്ര എമൗണ്ട്, അതും 2 lakhs. അടുത്ത ഐറ്റം ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, അത് ജനറലി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ക്യാഷ് ആൻഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അതും ഇന്നർ കോളത്തിൽ തന്നെ ട്രീറ്റ് ചെയ്യാം. അതായത് നമ്മളിപ്പോ ജസ്റ്റ് ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസിനും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നാണ് എന്റെ പ്രതീക്ഷ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എല്ലാ എമൗണ്ടും ഇന്നർ കോളത്തിൽ ട്രീറ്റ് ചെയ്തു. അതായത് ഇപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റിലുള്ള എല്ലാ ഐറ്റംസും ടച്ച് ചെയ്തു. ഇനി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ മെത്തേഡിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. On 31st March 2016, Ram decided to retire from the firm and the remaining partners decided to carry on. ഒരാൾ റിട്ടയർ ചെയ്തു, ബാക്കിയുള്ളവർ കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻ ചെയ്തു. It was agreed to revalue the asset and liabilities on that date on the following basis. ഇനി നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ അഡ്ജസ്റ്റ്മെന്റ്സ് വായിക്കാൻ പോകുന്നത്. അഡ്ജസ്റ്റ്മെന്റ്സ് ജനറലി 2 പോസ്റ്റിംഗ് വരും, അതായത് 2 ലെഡ്ജർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, വായിക്കുന്നതിനനുസരിച്ചിട്ട് ജേർണൽ എൻട്രി പറയും, രണ്ടും അപ്പം തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യും. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ബി അപ്രീഷിയേറ്റഡ് ബൈ 30%. ജേർണൽ എൻട്രി എന്ന് പറയുന്നത് അപ്രീഷിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യാനാണ് 30%. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് അപ്റ്റർ ടു റീവാലുവേഷൻ. ഫസ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. അതിനുശേഷം റീവാലുവേഷൻ അക്കൗണ്ട്. ഡെബിറ്റ് സൈഡുള്ള ഐറ്റത്തിൽ ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് ക്രെഡിറ്റ് സൈഡുള്ള ഐറ്റത്തിലേക്ക് പോയാൽ മതി. എന്തിനിങ്ങനെ പറയുന്നത്, ഒന്നും മിസ്സാവരുത്, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾ ബാലൻസ് ഷീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. ആഡ് ഇൻക്രീസ്, അപ്രീഷിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആണ്. ആഡ് ഇൻക്രീസ് 30% എന്ന് പറയുമ്പോൾ 2 lakhന്റെ 30% 60,000 rupees ആണ്. ഓക്കെ, 2 lakhന്റെ 30% ഞാൻ ഒന്ന് കൺഫേം ചെയ്യാം. 30% 60,000 ആണ്. 2,60,000 കിട്ടും. അത് ഔട്ടർ കോളത്തിൽ കാണിക്കും. 60,000 ഇൻക്രീസ് ജേർണൽ എൻട്രി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു, അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, റീവാലുവേഷൻ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക. റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് ആണ് ഉള്ളത്, അതുകൊണ്ട് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡ് പോസ്റ്റ് ചെയ്യുക. ബൈ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 60,000 rupees. ഒരു എൻട്രി നമ്മൾ എന്ത് ചെയ്യുക, ജേർണൽ എൻട്രി പറയുമ്പോൾ ആ ഐറ്റം ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡ് പോസ്റ്റ് ചെയ്യുക, ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് പോസ്റ്റ് ചെയ്യുക. ഇപ്പൊ അസറ്റ് ആണെങ്കിൽ അസറ്റ് ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ ആഡ് ചെയ്യാം, ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ മൈനസ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പൊ പറയാം. മെഷീനറി ബി ഡിപ്രീഷിയേറ്റഡ് ബൈ 20% എന്ന് പറയുമ്പോൾ ജേർണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് അപ് ടു മെഷീനറി. ഫസ്റ്റ് പോസ്റ്റ് ചെയ്യേണ്ട റീവാലുവേഷൻ അക്കൗണ്ട് ടു മെഷീനറി. എത്ര എമൗണ്ട്, 20% എന്ന് പറയുമ്പോൾ 2 lakhന്റെ 20% 40,000. നിങ്ങൾ എന്ത് ചെയ്യാം, അടുത്ത മെഷീനറി അക്കൗണ്ട് ലെസ് ഡിക്രീസ്. എത്ര എമൗണ്ട്, 40,000. 2 lakh 40,000 മൈനസ് ചെയ്ത ഔട്ടർ കോളത്തിൽ 1,60,000. നിങ്ങൾ ഇപ്പം തന്നെ ഔട്ടർ കോളത്തിൽ കാണിച്ചോ, വിട്ടു പോകണ്ട. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സ്റ്റോക്ക്. സ്റ്റോക്ക് ബി വാല്യൂഡ് അറ്റ് 80,000. 1 lakh ഉള്ള സ്റ്റോക്ക് എന്തായി, 80,000 ആയി വാല്യൂ മാറി. അതായത് അതും ഡിക്രീസ് ആണ്. ഡിക്രീസ് ആകുമ്പോൾ ജേർണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് അപ് ടു സ്റ്റോക്ക് 20,000 rupees. നമ്മൾ എന്ത് ചെയ്യുക, അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോക്ക് ഒന്ന് ഡിക്രീസ് ചെയ്യുക. 2 പോസ്റ്റിംഗ് നമ്മൾ അപ്പം തന്നെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഒരു തെറ്റും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. 80,000. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് ടു ബി മെയ്ഡ് അറ്റ് 5%. അതൊരു ഡിക്രീസ് ഇൻ അസറ്റ് ആണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുക, അതും നമ്മൾ എന്ത് ചെയ്യണം, റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ട്രീറ്റ് ചെയ്യണം. ടു പ്രൊവിഷൻ റീവാലുവേഷൻ അക്കൗണ്ട് അപ് ടു പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം. എത്ര എമൗണ്ട്, 5%. 5% എന്ന് പറയുമ്പോൾ 2 lakhന്റെ 5% എന്ന് പറയുമ്പോൾ 10,000 rupees. എത്രയാണ്, 10,000 rupees. അത് നമ്മൾ എന്ത് ചെയ്യുക, അത് ഡെപ്റ്റേഴ്സിന് കുറക്കാം. ലെസ് പ്രൊവിഷൻ. ബാക്കി എല്ലായിടത്തും നമ്മൾ ഡിക്രീസ് എഴുതിയത്, പക്ഷെ പ്രൊവിഷന്റെ അടുത്ത് നമ്മൾ പ്രൊവിഷൻ തന്നെ എഴുതണം. ഓക്കെ, 1,90,000. അതിനുശേഷം അതായത് നമ്മൾ ഇത്ര ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്തു. ഓൾ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് സൺട്രി ക്രെഡിറ്റേഴ്സ് ബി റിട്ടേൺ ബാക്ക്. ഈ ഐറ്റം നിങ്ങൾക്ക് ചില ആൾക്ക് ഡൗട്ട് ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ ക്രെഡിറ്റേഴ്സിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, 10,000 കൊടുക്കാനുണ്ട്, അതിന് കൊടുക്കണ്ടെന്നാ പറയുന്നത്. അതിന് കൊടുക്കണ്ടെന്ന് പറയുമ്പോൾ ഡിക്രീസ് ഇൻ ലയബിലിറ്റിന്റെ ജേർണൽ എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പോസ്റ്റ് ചെയ്യാം. സാധാരണ രീതിയിൽ ക്രെഡിറ്റേഴ്സിന് എന്താണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. അത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറക്കണം. 10,000 കുറച്ചു, എത്ര വാല്യൂ വരാം, 1,90,000. അതേപോലെ ഇത് നമുക്ക് ഡിക്രീസ് ഇൻ ലയബിലിറ്റി, അതായത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ എന്നുള്ളത് റീവാലുവേഷന്റെ ക്രെഡിറ്റ് സൈഡ് പോസ്റ്റ് ചെയ്യേണ്ടത്
ബൈ ക്രെഡിറ്റേഴ്സ് എത്ര എമൗണ്ട് 10,000 rupees. ഓക്കെ, അതും നമ്മൾ പോസ്റ്റ് ചെയ്തു. ഇനി നമ്മളോട് പറയുന്നത് ജോയിന്റ് ലൈഫ് പോളിസി ഓഫ് ദ പാർട്ട്നർ സറണ്ടർ ആൻഡ് ക്യാഷ് ഒബ്റ്റൈൻഡ് 60,000. നിങ്ങൾ നോക്കിയാട്ടെ, ജോയിന്റ് ലൈഫ് പോളിസി എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഇല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതായത് അവർ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ അതൊരു ഇൻകമാണ്. ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അൺറെക്കോർഡ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, അഡ്മിഷന്റെ ടൈം നമ്മൾ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ടൈം നിങ്ങൾ ബെറ്റർ എന്താന്ന് വെച്ചാൽ അൺറെക്കോർഡ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. എന്താ ജേർണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ. അതായത് ബൈ ക്യാഷ് എഴുത ബ്രാക്കറ്റിൽ JLP എഴുതിക്കോ. ബൈ ക്യാഷ് JLP ക്യാഷ് അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ. എത്ര എമൗണ്ട്? If I am right, 60,000 ആണെന്ന് തോന്നുന്നു. 60,000 rupees ആണ് നമ്മുടെ പ്രോഫിറ്റ്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്ത് അൺറെക്കോർഡ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത്. ക്യാഷും കൂടും മക്കളെ, നമുക്ക് ക്യാഷ് കിട്ടുകയെന്ന്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ക്യാഷിൽ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് JLP. എത്ര എമൗണ്ട്? 60,000 രൂപ. ഡബിൾ കോസ്റ്റിംഗ് ആണ്. റീവാലുവേഷനും ക്യാഷിലും ആഡ് ചെയ്യണ്ട, JLPയിലല്ല. ക്യാഷ് അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ എന്ന ജേർണൽ എൻട്രി. സർ റീവാലുവേഷൻ ക്ലോസ് ചെയ്യണ്ട, അതിൽ ഓട്ടോമാറ്റിക് ക്ലോസ് ചെയ്യും, വെയിറ്റ് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഗുഡ് വിൽ ഓഫ് ദ എൻറ്റയർ ഫേം ബി വാല്യൂഡ് അറ്റ് 1,80,000. ഗുഡ് വിൽ ഓഫ് ദ ഫേം 1,80,000 തന്നിട്ടുണ്ട്. രാം ഷെയർ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്നത് 1,80,000 ഇൻറ്റു അയാളുടെ ഷെയർ എത്രയാ? 3/6. 3/6 എന്ന് പറയുമ്പോൾ 1,80,000 3/6 എന്ന് പറയുമ്പോൾ പകുതി, അതായത് 90,000 rupees വരും. എത്രയാണ്? 90,000 rupees. ഈ 90,000 rupees ആര് കൊണ്ടുവരണം? അതായത് ഗെയിനിങ് പാർട്ട്നേഴ്സ് കൊണ്ടുവന്നിട്ട് സാക്രിഫൈസിങ് പാർട്ട്ണറിന് കൊടുക്കണം. പക്ഷെ ഇവിടെ നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കില്ല, അത് അഡ്ജസ്റ്റ്മെന്റ് ത്രൂ ക്യാപിറ്റൽ ആയതുകൊണ്ട് ജേർണൽ എൻട്രി ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. പിന്നെ ഓരോരാൾ എത്ര കൊണ്ടുവരേണ്ടത് അതാണ് നമ്മൾ അടുത്ത കണ്ടുപിടിക്കാൻ പോകുന്നത്. രാഹുൽ ഷെയർ എന്ന് പറയുന്നത്, രാഹുൽ ഷെയർ ഓഫ് ഗുഡ് വിൽ. രാഹുൽ ഷെയർ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുമ്പോൾ ഗെയിനിങ് റേഷ്യോ ആണ് 90,000 ഇൻറ്റു 1/3. ദാറ്റ് ഈസ് ഈക്വൽ 1/3 എന്ന് പറയുമ്പോൾ 30,000 rupees വരും. 1/3. രാഹുല് 30,000. രോഹിത് ഷെയർ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്നത് 90,000 ഇൻറ്റു 2/3. 90K എന്നാണ് ഞാൻ എഴുതിയത്. ഓക്കെ, അതിന്റെ മേലെ ഡൗട്ട് അടിക്കരുത്. 30,000 60,000 നമുക്ക് എമൗണ്ട് കിട്ടി. നമ്മൾ അപ്പം തന്നെ ജേർണൽ എൻട്രി പാസ് ചെയ്യാം. ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ്. ഇവിടെ ഗെയിനിങ് പാർട്ട്ണർ എന്ന് പറയുന്നത് രാം, രാഹുൽ, രോഹിത്. അതാണ് നമ്മുടെ പാർട്ട്നേഴ്സിന്റെ പേര്. ഓക്കെ, നമ്മുടെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഗെയിനിങ് പാർട്ട്ണർ എന്ന് പറയുന്നത് ഇവിടെ രാഹുലും രോഹിത്തും ആണ്. സാക്രിഫൈസിങ് പാർട്ട്ണർ എന്ന് പറയുന്നത് രാമാണ്. ജേർണൽ എൻട്രി എന്ന് പറയുന്നത് രാഹുൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് രോഹിത്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു രാംസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഫസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് രാഹുലിന്റെയും രോഹിത്തിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. എന്തുകൊണ്ടാണ്? അത് ഡെബിറ്റിലല്ലേ ഉള്ളത്, അവിടെയാ പോസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക ടു രാംസ് ക്യാപിറ്റൽ. രാംസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, രാഹുലിന്റെയും രോഹിത്തിന്റെയും എമൗണ്ട് കൊടുത്ത് കാണിക്കാം. ഇവിടെ 30,000, ഇവിടെ 60,000. ഇഫ് ഐ ആം റൈറ്റ് 30,000 60,000. നമുക്ക് വർക്കിംഗ് നോട്ടിൽ പോവാ 30,000 60,000. അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ക്രെഡിറ്റ് സൈഡ് ആരാ ഉള്ളത്? രാമിന്റെ ക്യാപിറ്റൽ ആണ്. ബൈ രാഹുൽ, ബൈ രോഹിത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ രാഹുലിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ രാഹുലിന്റെ പേര് കാണിക്കാൻ പറ്റില്ല, രോഹിത്തിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ രോഹിത്തിന്റെ പേര് കാണിക്കാൻ പറ്റൂല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ 30,000, ഇവിടെ 60,000. ഓക്കെ, 30K എന്നല്ല എഴുതുന്നത്, സ്പേസിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ്. അടുത്തെന്താന്ന് വെച്ചാൽ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം ഈസ് ടു ബി സെയിം ആസ് ബിഫോർ റിട്ടയർമെന്റ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം, അതായത് ഇതൊരു ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം എന്ന് പറയുന്നത് ആഫ്റ്റർ റിട്ടയർമെന്റ് ബിഫോർ റിട്ടയർമെന്റ് പോലെ ആയിരിക്കണം. അതായത് നിങ്ങൾ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം 3 lakh plus 2 lakh plus 1 lakh 6 lakh ആയിരിക്കണം എന്ത് ക്യാപിറ്റൽ. ഈ 6 lakh ആരാ കൊണ്ടുവരാം? 3 ആൾ കൊണ്ടുവരാം? ഇല്ല, ഒരാൾ പോയി, ആ മറ്റേ 2 ആൾ എന്ത് ചെയ്യണം, അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ കൊണ്ടുവരണം. അതായത് നമ്മുടെ മെത്തേഡിൽ തന്നെ ഞാൻ പോകുന്നത് 1 ഷെയറിന്, നമ്മുടെ ഷെയറിന്റെ ടോട്ടൽ എത്ര 2 ആണ്. 1 ഷെയറിന് അങ്ങനെയാണെങ്കിൽ 6 lakh divided by 2, that is equal to 3 lakhs. ഓക്കെ, ഒരാളെ ക്യാപിറ്റൽ എത്ര ആയിരിക്കണം? 3 lakhs ആയിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർമുല രീതി പോകുന്നുണ്ടെങ്കിൽ 6 lakh ആണ് ക്യാപിറ്റൽ. അന്നേരം രാഹുൽസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു
രാഹുൽസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 6 lakh ഇൻറ്റു 1/2. ഓക്കെ, ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് 3 lakhs. അതേപോലെ റോഹിത്തിന്റെ ക്യാപിറ്റൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. റോഹിത് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 6 lakh ഇൻറ്റു 1/2. ഇത് ഫോർമുല അപ്രോച്ച് ആണ്, എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത അപ്രോച്ച്. 3 lakh ആയിരിക്കണം ക്യാപിറ്റൽ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ചു. ഇൻഡിവിജ്വൽ ക്യാപിറ്റൽ ബി ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യും. എമൗണ്ട് ഡ്യൂ ടു രാം ഈസ് ടു ബി സെറ്റിൽഡ് ഓൺ ദ ഫോളോയിങ് ബേസിസ്. അതായത് എമൗണ്ട് എത്രയാണോ കൊടുക്കാനുള്ളത് രാമിന് 50% കൊടുക്കാനുള്ളതിന്റെ 50% നമ്മൾ ഇപ്പം തന്നെ കൊടുക്കണം, 50% പിന്നെ കൊടുക്കും. പിന്നെ കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, അത് ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. നമ്മൾ ഏകദേശം ക്വസ്റ്റനിൽ എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് 1,30,000 ആണ്. ഇവിടെ 130K കിട്ടും, 1,30,000 കിട്ടും. ഓക്കെ, അതായത് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 60,000 rupees കിട്ടും. ഈ 60,000 പ്രോഫിറ്റ് കൊടുക്കുന്നത് ടു പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ. ഓക്കെ, ഈ ടു പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ എന്ന് പറയുന്നത് രാം, രാഹുൽ, രോഹിത്, ഇതന്നല്ലേ ഓർഡർ? രാം, രാഹുൽ, രോഹിത് തന്നെയല്ലേ? രാം, രാഹുൽ, രോഹിത് അവർ മൂന്നാക്കും എന്ത് ചെയ്യുക, ഈ 60,000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഏത് റേഷ്യോ? 3:2:1. അതായത് 30K, 20K, 10K. 60,000 into 3/6, 60,000 into 2/6, 60,000 into 1/6. ഈ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കാണിക്കണം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കണം ബൈ റീവാലുവേഷൻ. ഓക്കെ, ബൈ റീവാലുവേഷൻ എന്ന് പറഞ്ഞിട്ട് 30K, 20K, 10K. ഓക്കെ, ചില ഐറ്റംസ് K എന്ന് വെച്ച് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്. കാരണം എനിക്ക് സ്പേസിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ്. ഞാൻ ബോർഡിലൊന്നും ഇതുവരെ 30K, 20K എന്നൊന്നും പറഞ്ഞ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അത് ഫോളോ ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ക്യാപിറ്റൽ അക്കൗണ്ടും ഏകദേശം കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ടു ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ടു ബാലൻസ് ക്യാരിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കാണിക്കാം. സോറി, ഫസ്റ്റ് താളത്ത് വരില്ല. ഓക്കെ, നമ്മൾ ബാലൻസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് രോഹിത്തിന്റെ ചെയ്തു. ആരത് വേണമെങ്കിലും ചെയ്യാം. 1,10,000 ടോട്ടൽ കിട്ടും, 2,20,000 കിട്ടും. ഇവിടെ 3,30,000, 3,90,000, 4,20,000 കിട്ടും. അതേപോലെ ആ ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ സൈഡും കാണിക്കുക. 2,20,000, 1,10,000. ഓക്കെ, ഫസ്റ്റ് രാഹുലിന്റെ ബാലൻസ് കണ്ടുപിടിച്ചോ. 2,20,000 30,000 പോയി കഴിഞ്ഞാൽ 1,90,000. 1,10,000 60,000 പോയി കഴിഞ്ഞാൽ if I'm right 50,000. 50 plus 60 10,000. ഇനി 4,20,000 rupees ആണ് നമ്മൾ ആർക്ക് കൊടുക്കാനുള്ളത്? 4,20,000 rupees ആണ് രാമിന് കൊടുക്കാനുള്ളത്. 4,20,000 പകുതി നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് ആയിട്ട് കൊടുക്കും. പകുതി എന്ന് പറയുമ്പോൾ 2,10,000, 50% ടു ക്യാഷ്. എത്രയാ എമൗണ്ട്? 2,10,000. മക്കളെ, ഇതിന് വർക്കിംഗ് നോട്ട് വേണമെങ്കിൽ ചെയ്തുതരാം. 2,10,000 എങ്ങനെയായിട്ട്? 4,20,000 50%, 4,20,000 50%, അല്ലെങ്കിൽ 50% എന്ന് പറഞ്ഞാൽ പകുതി. 2,10,000 എന്ത് ചെയ്യും, ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് പേയ്മെന്റ് നടത്തും. ബാക്കി എമൗണ്ട് എന്താ ചെയ്യുക? ടു രാംസ് ലോൺ. ഓക്കെ, അതും 2,10,000 കാണിക്കാം. ഇതാണ് ട്രീറ്റ്മെന്റ്. 1 മിനിറ്റ്. അതായത് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, 2,10,000 കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷിൽ കുറച്ച് കാണിക്കണം. ക്യാഷ് പേ ടു റാം എത്രയാണ്? 2,10,000. ചില ആൾക്കാർ ഇപ്പം പറയും, സർ ക്യാഷ് ബാലൻസ് ഇല്ലല്ലോ. വെയിറ്റ്. ആഫ്റ്റർ ഓൾ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ബാലൻസ് വരും. 2,10,000. നമ്മൾ ഇത് ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. 2,10,000 ക്യാഷ് പേ ചെയ്ത്, പിന്നെ 2,10,000 രാംസ് ലോണിലേക്ക് നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്ത്. എന്താ ജേർണൽ എൻട്രി? രാംസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്ഡേറ്റ് ടു രാംസ് ലോൺ എന്ന് പറയുമ്പോൾ രാംസ് ലോണിന് ഇപ്പൊ ക്രെഡിറ്റ് ബാലൻസ് ആവുള്ളത്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്രെഡിറ്റ് ബാലൻസ് ആവും. ക്രെഡിറ്റ് ബാലൻസ് എന്നാണ് ഒന്നുകിൽ ലയബിലിറ്റി അല്ലെങ്കിൽ ഇൻകം അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്നാണ്. എന്തായാലും ക്യാപിറ്റൽ അല്ല, എന്തായാലും ഇൻകം അല്ല, അതൊരു ലയബിലിറ്റി ആണ്. രാംസ് ലോൺ നമ്മൾ ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. എത്ര എമൗണ്ട്? 2,10,000. ഓക്കെ, അത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇനി ചെയ്യേണ്ടത്. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. ആദ്യം ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്യാം. 1,90,000, 50,000. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടു ബാലൻസ് ക്യാരി ഡൗൺ കണ്ടുപിടിച്ചിട്ടുണ്ട്.
ടു ബാലൻസ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് എത്രയാണ് ബാലൻസ് ഷീറ്റിൽ വരേണ്ട ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാ? 3 lakh. എങ്ങനെ കിട്ടിയത്? ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം എത്രയായിരിക്കണം? 6 lakh ആയിരിക്കണം. അങ്ങനെ 6 lakh ആവണമെന്ന് പറയുന്നത് അതായത് റിട്ടയർമെന്റിന് മുന്നേ ഉള്ള ക്യാപിറ്റൽ ബാലൻസ് ആവണമെന്ന് പറയുന്നത്. റിട്ടയർമെന്റിന് മുന്നേ ഉള്ള ക്യാപിറ്റൽ ബാലൻസ് എത്രയാണ്? 3 lakh, 2 lakh, 1 lakh ആണ്. അതുകൊണ്ട് 6 lakh ആവണം. 6 lakh എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 2 ഷെയർ ആ ടോട്ടൽ ഉള്ളത്, 1 share 1 share. അന്നേരം ഒരാൾ മിനിമം എത്ര ക്യാപിറ്റൽ കൊണ്ടുവരണം? 3 lakhs കൊണ്ടുവരണം. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? 3 lakh മെൻഷൻ ചെയ്യുക. ഓക്കെ, അതായത് രാഹുൽ എന്ന് പറയുന്ന പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ 1,90,000 ഉള്ളത്, പക്ഷെ വേണ്ടത് 3 lakh rupees ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? 1,10,000 കൊണ്ടുവരണം ബൈ ക്യാഷ്. എത്ര കൊണ്ടുവരുന്നത്? 1,10,000. നമ്മൾ എന്ത് ചെയ്യുക? അപ്പം തന്നെ അത് ആഡ് ചെയ്യുക. കൊണ്ടുവരുമ്പോൾ നമ്മുടെ ക്യാഷ് ഇൻക്രീസ് ചെയ്യും, അത് നമ്മൾ ആഡ് ചെയ്യണം. ആഡ് cash brought in രാഹുൽ. ഓക്കെ, എത്രയാ? 1,90,000. and അതേപോലെ നമ്മുടെ റോഹിത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഉള്ളത് 50,000 ആണ്. പക്ഷെ ശരിക്കും വേണ്ടത് എത്രയാ? 3 lakhs ആണ്. അന്നേരം റോഹിത് 2,50,000 കൊണ്ടുവരണം. ഇതെല്ലാം ബാലൻസിങ് ഫിഗർ ആണ് മക്കളെ. ഇത് ബാലൻസിങ് ഫിഗർ ആണ്. സോറി, ഇത് ബാലൻസിങ് ഫിഗർ അല്ല, കാരണം അത് നമുക്ക് കണ്ടുപിടിച്ചതാണ്. ഓക്കെ, കണ്ടുപിടിച്ചതാണ്. നമ്മൾ ഈ എമൗണ്ട് ബാലൻസിങ് ഫിഗർ ആണ്. കാരണം അവർ 50,000 ഉള്ളത്, 3 lakh ആവണമെങ്കിൽ 2,50,000 കൊണ്ടുവരണം. നമ്മൾ എന്ത് ചെയ്യുക? ആ 2,50,000 നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ക്യാഷ് ബ്രോട്ട് ഇൻ. ആരാ കൊണ്ടുവരുന്നത്? റോഹിത്. ഓക്കെ, മൈന്യൂട്ട് ആയിട്ടാ കാണുന്നുണ്ടാവും, അത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. 2,50,000. ഓക്കെ, ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ആ ക്യാഷിന്റെ എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് ചെയ്യുക. 1 ലക്ഷം നമുക്ക് ബാലൻസ് ഉണ്ടായത്, 60,000 കിട്ടി. സറണ്ടർ ചെയ്ത ജോയിന്റ് ലൈഫ് പോളിസി 1,60,000 ആയി. അതിൽ നിന്ന് 2,10,000 മൈനസ് ചെയ്ത് നെഗറ്റീവ് ആയി. വാട്ട് എവർ മേ ബി, നോ പ്രോബ്ലം. 1,90,000 ആദ്യം കൊണ്ടുവന്നു, അത് ആഡ് ചെയ്യാം. അതേപോലെ 2,50,000 കൊണ്ടുവന്നു, അതും ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന ബാലൻസ് 3,90,000 ആണ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇവിടെ ക്യാപിറ്റൽ എഴുതിയിട്ട് രാഹുൽ, രോഹിത് രണ്ടാളെയും ക്യാപിറ്റൽ ബാലൻസ് എഴുതുക. ഏതാ എഴുതേണ്ടത്? ഈ ബാലൻസ് ആണ് എഴുതേണ്ടത് മക്കളെ. അത് എത്രയാണ്? 3 lakh. ഇതോടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. അതായത് ഇപ്പൊ നമുക്ക് ടാലി ആവണം. അതായത് ലാബിലിറ്റി സൈഡ് ഞാൻ ടോട്ടൽ ചെയ്യുന്നുണ്ടെങ്കിൽ 6 lakh plus 2,10,000, 8,10,000, 8,10,000, 9 lakh, 10 lakhs ആണ് നമ്മുടെ ടോട്ടൽ. നല്ല റൗണ്ടഡ് ഓഫ് ഫിഗർ ആണ്, ഒരു പ്രശ്നവും. അസറ്റ് സൈഡ് നോക്കുന്നത് 2,60,000 plus 1,60,000, 4,20,000 plus 80,000, 5 lakhs plus 1,90,000. അതിന്റെ കൂടെ 3,90,000 ആഡ് ചെയ്യുക. 10,80,000 ആണ് കിട്ടുന്നത്. ഫസ്റ്റ് ടൈം ഗെറ്റിംഗ് റോങ്. വെയിറ്റ്, സോറി, 1,90,000 അല്ല ഇവിടെ ആഡ് ചെയ്യേണ്ടത്, 1,10,000. കാരണം 1,90,000 അവർക്ക് ബാലൻസ് ഉണ്ട്, 1,10,000 അവർ കൊണ്ടുവരണം. ഞാൻ ജസ്റ്റ് എഴുതിയത് ഇവിടെ കറക്റ്റ് ആണ്, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എഴുതിയത് കറക്റ്റ് ആണ്. പക്ഷെ എന്താ ഇത് ഇപ്പൊ എഴുതുമ്പോൾ ഞാൻ 1,10,000 കാണിക്കേണ്ടത് എത്രയാ കാണിച്ചത്? 1,90,000 ആണ്. ഓക്കെ, അത് ജസ്റ്റ് 1,10,000 ആയി കാണിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ ഇവിടെ ബാലൻസ് എന്ന് പറയുന്നത് 3,90,000 അല്ല ആൻസർ കിട്ടുക. അവിടെ കിട്ടുന്നത് if I am right 1,60,000, 1,60,000 plus 1,10,000 എന്ന് പറയുമ്പോൾ 1,60,000 1,10,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2,70,000 കിട്ടും. 2,70,000 2 lakh പോയി കഴിഞ്ഞാൽ 70,000, 10,000, 60,000 ബാലൻസ്. 60,000 plus 3,50,000, 2,50,000 എന്ന് പറയുമ്പോൾ 3,10,000. 3,10,000 ക്യാഷ് ബാലൻസ്. ആ 3,10,000 നമ്മൾ എന്ത് ചെയ്യണം? 2,60,000 plus 1,60,000 plus 80,000 plus 1,90,000 plus 3,10,000. Then answer is 10 lakhs. നമ്മൾ ഇതുവരെ ചെയ്തിട്ട് ടാലി ആവാണ്ടെന്നില്ല, ജസ്റ്റ് ഒരു ക്ലറിക്കൽ എറർ. ഓക്കെ, അതാണ് ഞാൻ ചിന്തിച്ചത്. കാരണം നമ്മുടെ കൺസെപ്റ്റ് അങ്ങനെ തെറ്റൂലല്ലോ.